ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കടന്ന് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഗംഗയുടെയും വിനീതിൻ്റെയും കല്യാണ ദിവസമാണ് കേട്ടോ. അവസാനം ഗംഗ വിനീതിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയാണ്. അവള് ഒരു കണ്ടീഷനാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ വിവാഹം കൂടി നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ വിവാഹം എന്ന് പറഞ്ഞ് എന്നെ ആരും നിർബന്ധിക്കരുത്. ഈ വിവാഹം ഇവിടെ വെച്ച് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരു വിവാഹത്തിനും ഞാൻ ഉണ്ടായിരിക്കില്ല. ഞാൻ ജീവനോടെ തന്നെ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ ഗംഗ പറയുന്നുണ്ട് കേട്ടോ. കാവേരിയുടെയും ശാരദയുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഗംഗ വിനീതുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നതും. പിന്നെ തന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം തന്റെ കുടുംബത്തിന് താങ്ങും തണലായി നിന്നത് വിനീതാണ്. അതുകൊണ്ടൊക്കെ വിനീതിനെ കല്യാണം കഴിക്കാൻ ഗംഗ ഒടുവിൽ സമ്മതിക്കുകയാണ്. അങ്ങനെ അവരുടെ കല്യാണ ദിവസമാണ്. നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ദിവസം രാവിലെ ഒരുപാട് വൈകിട്ടും മുഹൂർത്തം കഴിയാറായിട്ടും വിനീതിനെ കാണാനില്ല കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് ഇവരെ എരിപിരി കയറ്റാൻ വേണ്ടിയിട്ട് ജയബാലൻ എത്തുന്നത് കേട്ടോ. ജയബാലൻ വരുന്നുണ്ട്. ജയബാലനാണ് വെച്ചാൽ നല്ല പിള്ള സമയാനാണ് വരുന്നത്. എന്നിട്ട് ജയബാലൻ വന്ന് ശാരദയോട് പറയുന്നുണ്ട്, എന്താണ് ഗംഗയുടെ വിവാഹം നടക്കുമ്പോൾ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? നാട്ടുകാർ പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് വേണോ ഞാൻ വരാൻ? എന്നോട് ഇത്രയും ദേഷ്യമാണോ നിങ്ങൾക്ക്? എങ്ങനെ തോന്നി നിങ്ങൾക്ക് എന്നോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്? വിനീതിന് ഗംഗ കല്യാണം കഴിക്കുകയാണ് വെച്ചാൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനായിരിക്കില്ലേ? എൻ്റെ മകളെ പോലെയാണ് ഗംഗേനെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഗംഗയുടെ വിവാഹത്തിന് എന്നോടൊരു വാക്ക് പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരിക്കാണ് വെച്ചാൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവസാനം കാവേരി പറയുന്നുണ്ട്, എന്തിനപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങളോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഗംഗേച്ചിയുടെ കല്യാണം അത് ഞങ്ങളുടെ വീട്ടിലത്തെ കാര്യമല്ല, അത് ഞങ്ങൾ എങ്ങനെയും നടത്തിക്കോളാം. ഇനി ഞങ്ങളെ ചതിക്കാനും വഞ്ചിക്കാനും ഞങ്ങളെ തോൽവി കണ്ട് ആസ്വദിക്കാനൊക്കെ ആയിരിക്കുമല്ലേ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട്. അപ്പൊ അമ്മ വേഗം കാവേരിനെ പിടിച്ചു മാറ്റിയിട്ട് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക, നീ എന്റെ നാവൊന്ന് ഒതുക്കി വെക്ക്. അതല്ല ഏട്ടാ, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അധികം ആരും അറിയിക്കേണ്ട എന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ജയബാലൻ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ഇങ്ങോട്ട് വന്നല്ലേ പറ്റുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വരണം എന്നുള്ളത് ദൈവനിഷ്ഠയാണ്. എൻ്റെ അരവിന്ദന്റെ ആഗ്രഹമായിരിക്കും ഞാൻ ഗംഗയുടെ കല്യാണത്തിന് കൂടണം എന്നുള്ളത്. അതുകൊണ്ടല്ലേ ദൈവം എന്നെ ഇവിടെ എത്തിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും നാട്ടുകാർ ഇങ്ങനെ തിരക്ക് കൂട്ടാൻ തുടങ്ങുന്നുണ്ടായിരുന്നു നാട്ടുകാരിൽ പലരും. എന്താ കാണാത്ത ചെക്കൻ ഇത്ര നേരമായിട്ട്? കല്യാണം എന്ന് പറഞ്ഞിട്ട് ചെക്കൻ ഇതുവരെ കാണാനില്ലല്ലോ. എത്ര നേരമായി ഇപ്പൊ ഇത്? മുഹൂർത്തം കഴിയാറായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവര് പിടിച്ചു നിർത്തുന്നുണ്ട്, ഇപ്പൊ വരും എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. ഗംഗയ്ക്കാണെച്ചാൽ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. ആകെ സങ്കടാവുന്നുണ്ട്. കാരണം ഇത്രയും ഒരുങ്ങി കെട്ടി വന്നിട്ട് തന്റെ കല്യാണം നടക്കില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗംഗയ്ക്ക്. അപ്പൊ ആ കൂടി നിന്നതിൽ ഒരാൾ പറയുന്നുണ്ട് കേട്ടോ, ഈ കല്യാണം ഈ കുട്ടിയുടെ നടക്കില്ല എന്നാ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് വിഷമാവുന്നുണ്ട്. പിന്നെ ഒരു സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിലും വിനീതിന്റെ അമ്മയ്ക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലല്ലോ, അപ്പൊ ആ ചെക്കനെ വിട്ടിട്ടുണ്ടായിരിക്കില്ല അവിടുന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വിനീത് വരാൻ കുറേ വൈകിട്ടു. വിനീത് വരാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വിനീതിന്റെ അമ്മ വിനീതിനെ അവിടെ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്തോ ഭീഷണിപ്പെടുത്തിയിട്ട് പിടിച്ചു നിർത്തുകയാണ് ചെയ്യുക കേട്ടോ. വേറെ ഒന്നുമല്ല, അവർ രണ്ടുപേരും വിനീതിന്റെ അമ്മയും സഹോദരിയും കൂടി ദേഹത്തൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെന്ന് ഗംഗേനെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ലാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുക കേട്ടോ വിനീതിനെ അവിടെ. വിനീതിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. കാരണം വിനീതിന്റെ അമ്മയ്ക്ക് ഗംഗയുമായിട്ടുള്ള ഇപ്പൊ ഈ വിവാഹം നടത്താൻ ഒരിക്കലും താല്പര്യമില്ല. അത് അവര് പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മരണത്തിന് നീ സാക്ഷ്യം വഹിക്കേണ്ടി വരും. അവളെയും കൊണ്ട് അവളെ കല്യാണം കഴിച്ചു വരുന്ന എൻ്റെ മരണത്തിന് വരെ നീ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഭീഷണിപ്പെടുത്തുമ്പോൾ ആ ഭീഷണിക്ക് മുന്നിൽ വിനീത് ആകെ തകർന്നു പോവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വിനീതിന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അവരോട് വാക്ക് പറഞ്ഞു, വരാം, വിവാഹത്തിന് വരാം, ഗംഗ വിവാഹം കഴിക്കാമെന്ന് അവർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇവിടുന്ന് അണച്ച് തൻ്റെ അമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നുമില്ല. ഗംഗേനെ വിവാഹം കഴിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മരിക്കും എന്നൊക്കെ പറഞ്ഞ അമ്മയും സഹോദരിയും ഭീഷണിപ്പെടുത്തുമ്പോൾ ആർക്ക് വേണ്ടിയിട്ട് ആരെ ഉപേക്ഷിക്കണമെന്ന് വിനീതിന് ഒരു നിശ്ചയം ഇല്ലാതിരിക്കാനുണ്ട്. ആകെ തകർന്ന് തലയിൽ കൈവച്ച് ആകെ പൊട്ടിക്കരഞ്ഞ് വിനീത വീട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഇവരാണെച്ചാൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വിനീത് വരില്ല എന്ന് തന്നെ ഉറപ്പിച്ചു കേട്ടോ. അവസാനം ആൾക്കാർ പോവാൻ നിൽക്കുകയാണ് കേട്ടോ.
കല്യാണത്തിന് വന്ന ആൾക്കാരൊക്കെ പോവാൻ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ എല്ലാവരുടെയും ശ്രമങ്ങളും ആൾക്കാർ പോകുന്നതും ഒക്കെ കാണുമ്പോൾ ഗംഗയുടെ മനസ്സ് ആകെ ഉലഞ്ഞു പോവുകയാണ്. ഗംഗയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിൻ്റെയൊക്കെ ഈ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നതിലൊക്കെ ജയപാലനും കൂടുന്നുണ്ടെങ്കിലും ജയപാലന് സന്തോഷമാവുകയാണ്. കാരണം ഗംഗയുടെ വിവാഹം വീണ്ടും മുടങ്ങുകയാണ്. അരവിന്ദൻ്റെ കുടുംബം തകരുന്നത് കാണാൻ ജയപാലൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഇവരെയൊക്കെ സഹായിക്കുന്ന ഇടയിലും ജയപാലൻ്റെ മനസ്സിൽ ഉള്ളറിഞ്ഞ് നല്ല സന്തോഷമാവും കേട്ടോ. ഇടയ്ക്ക് അവിടെ ഇവിടേക്ക് ഒരു ചിരിയൊക്കെ ജയപാലൻ്റെ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. കാരണം ഈ തകർച്ചയിൽ ജയപാലൻ അത്രയും സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ കല്യാണം നടക്കില്ല. ഈ തിരക്കിൻ്റെ ഇടയിൽ ഗംഗ ആകെ തകർന്നു പോവാണ്. അങ്ങനെ ഗംഗ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഗംഗ നീങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ നീങ്ങിപ്പോയി ഗംഗ ഒരു കുന്നിൻ്റെ മുകളിലുള്ള അമ്പലമായതുകൊണ്ട് അതിൻ്റെ ഒരു മൂലയ്ക്ക് പോയി നിന്ന് താഴത്തേക്ക് കുണ്ടാണ് കേട്ടോ. അവിടേക്ക് നോക്കി നിൽക്കുന്ന ഗംഗേനെ കാണാം കേട്ടോ. താഴെ ആകെ അഗാധമായിട്ടുള്ള കുണ്ടാണ്. അവിടേക്ക് നോക്കി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഗംഗേനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് അങ്ങനെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ തൻ്റെ അച്ഛൻ്റെ മുഖം ഗംഗയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഗംഗ ചാടാൻ നിൽക്കുമ്പോഴേക്കും ഗംഗയുടെ കൈ പിന്നുന്ന ഒരാൾ വന്ന് പിടിക്കുന്നുണ്ട്. പിടിച്ചു വലിച്ച് ഗംഗേനെ അയാളിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ വിനീതായിരിക്കും കേട്ടോ. വിനീത തൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും ഭീഷണിക്ക് വഴങ്ങാതെ ഗംഗേനെ വിവാഹം കഴിക്കാൻ അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് വിനീത ഓടിയെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനീതും ഗംഗയും തമ്മിലുള്ള വിവാഹം നടക്കുന്നുണ്ട് കേട്ടോ. വിനീത് വന്ന ആ സമയത്ത് വിനീതിനെ കണ്ടതും ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. തൻ്റെ വിവാഹം മുടങ്ങില്ല, തൻ്റെ നാട്ടുകാരുടെ മുന്നിൽ താൻ ഒരിക്കലും അപമാനിക്കപ്പെടില്ല എന്നുള്ള ഒരു വിശ്വാസം വിനീത് വന്നപ്പോൾ ഗംഗയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഗംഗ പൂർണ്ണ സമ്മതത്തോടെയൊന്നും അല്ല വിനീതുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതെങ്കിലും ആ വിവാഹത്തിൽ അവൾ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ വിവാഹം നടക്കുന്നുണ്ട് കേട്ടോ. വിവാഹം നടക്കുമ്പോൾ എന്താണ് ഇത്ര വൈകി എന്നൊക്കെ വിവാഹത്തിന് ശേഷം ഇവർ ചോദിക്കുമ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി, അമ്മയും സഹോദരി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നതെന്ന് പറയുമ്പോൾ ഇവർ ചെയ്ത അതേ അടവ് തന്നെയാണ് ഞാനും പ്രയോഗിച്ചതെന്ന് വിനീത് പറയുന്നുണ്ട് കേട്ടോ. ഞാനും തിരിച്ചു ഇവരുടെ മേൽ വെള്ളം പറന്ന് മണ്ണെണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മേത്ത് കൂടെ മണ്ണെണ്ണ ഒഴിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു അവർ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് പറയാൻ കേട്ടോ. ഞാൻ പറഞ്ഞു, ഇതിനു മുന്നേ എന്നെ ഇത്രയും കൂടുതൽ സ്നേഹിച്ചതും എനിക്ക് കടയിടാൻ പൈസ തന്നതും എൻ്റെ പഠന ചെലവുകൾ നോക്കി അമ്മാവനെ ഇന്നും അമ്മയ്ക്ക് ഓർമ്മയില്ലേ? ഗംഗേനെ എനിക്ക് കെട്ടിച്ചു തരില്ല എന്ന് പറഞ്ഞ അമ്മാവൻ്റെ സ്വഭാവത്തെ മാത്രമേ അമ്മ ഇപ്പോൾ ഓർക്കുന്നുള്ളൂ. അതിനു മുന്നേ നമുക്ക് എത്ര സഹായങ്ങൾ അമ്മാവൻ ചെയ്തു, അതൊന്നും അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അതൊക്കെ അമ്മ മറന്നോ എന്നൊക്കെ എനിക്ക് അമ്മയോട് ചോദിക്കേണ്ടി വന്നു, അമ്മയോട് കയർക്കേണ്ടി വന്നു. അമ്മയോട് ദേഷ്യപ്പെട്ടിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതൊക്കെ വിനീത പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അവർക്ക് ആകെ വിഷമാവുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വിവാഹത്തിന് ശേഷം വിനീതിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും വിനീതിന് അതേ പ്രതികരണം തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. വിനീതിനെയും ഗംഗേനെയും ആ വീട്ടിലേക്ക് അവർ കയറ്റില്ല. തിരിച്ച് ഗംഗേനെയും വിനീതിനെ കൂട്ടി കാവേരി അവരുടെ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ അവിടെയാണ് അവർ കുറച്ച് ദിവസം താമസിക്കുന്നത്. പിന്നീട് ഹോം സ്റ്റേയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ വിനീതും ഗംഗയായിട്ടുള്ള കല്യാണം ഉടനെ തന്നെ ഉണ്ടായിരിക്കും. പിന്നീടാണ് അവർ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുക. അതിനിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ജയപാലൻ്റെ ചതി ഗംഗയും കാവേരിയൊക്കെ കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്